കുറേ ഐറ്റംസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റാണ്ട് മാറ്റി വെച്ച കുറേ ഐറ്റംസ് ഉണ്ടാവും. അത് ചിലപ്പോൾ പുതിയതാകാം, പഴയതാകാം, എന്തോ ആയിക്കോട്ടെ. നമ്മളങ്ങനെ കളയാൻ വെച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായ എല്ലാ സാധനങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ ഇച്ചിരി ഭംഗി കൂട്ടിയെടുത്താൽ മാത്രം മതി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു കണ്ടെയ്നറിൻ്റെ അടപ്പാട്ടോ. ആ കണ്ടെയ്നർ പൊട്ടിപ്പോയപ്പം ചുമ്മാ എടുത്ത് മാറ്റി വെച്ചതാണ് ഈ അടപ്പ്. എങ്കിൽ പിന്നെ അത് വെച്ച് നമുക്കൊരു അടിപൊളി ഡെക്കർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് അതിൻ്റെ ടോപ്പിലേക്ക് ഇതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളർ കൊടുത്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേൽ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ വരച്ച പോലെ തന്നെ ഒരു പേപ്പറിലേക്ക് സെപ്പറേറ്റ് വരച്ചിട്ട് ഇഷ്ടമുള്ള പിക്ചർ ഇതുപോലെ അതിൻ്റെ ടോപ്പിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വരയ്ക്കുന്ന കാര്യത്തിൽ അത്ര പ്രാബല്യം നേടിയിട്ടുമില്ല. എനിക്ക് കറക്റ്റായിട്ട് ഇതുപോലുള്ള സർഫസിലൊന്നും പെയിൻറ്റ് ചെയ്യാനും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ വരച്ചിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുത്തത്. ഇതിപ്പോൾ ഞാനൊരു ഹാങ്ങിങ് ഡെക്കറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വാളിലൊക്കെ ഒട്ടിച്ചു വെക്കാനോ ഇല്ലെങ്കിൽ ഡെസ്ക് ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് ഐറ്റംസും ഇഷ്ടമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ കണ്ട ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പാന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇത് ഹാങ് ചെയ്താൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് കൂടി നമ്മുടെ ചാക്കുനൂലുണ്ടല്ലോ അത് ഇതുപോലെ സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഡോറയിലോ വാളിലൊക്കെ ഹാങ് ചെയ്തിടാം കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ഐറ്റം ഈ ഒരു പ്ലേറ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഇത് കുറേ യൂസ് ചെയ്ത് അതിൻ്റെ കളറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഞാനപ്പോൾ ഇതുപോലെ നല്ലൊരു പോണ്ടിൻ്റെ കളർ വരുന്ന രീതിയിൽ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ലേ വെച്ച് ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നേരത്തെ വെച്ചാൽ കാരണം നമുക്ക് ഒട്ടിക്കുന്ന ടൈമിൽ എളുപ്പമുണ്ടാവും. അപ്പം പ്ലേറ്റ് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ഐറ്റംസ് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കുറവ് ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചോ അല്ലെങ്കിൽ മുമ്പത്തെ പോലെ പേപ്പർ വെച്ചോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ചും ഒട്ടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഓരോ ഐറ്റംസ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പ്ലേറ്റിന് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് എന്തോ ഒരു മിസ്സിങ് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു താറാവ് കുട്ടനോടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റ് പോണ്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഐറ്റം പറഞ്ഞാൽ ഈ ഒരു ടേബിളാണ്. ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് കുളമാക്കി. എന്നിട്ട് അതിൻ്റെ ടോപ്പിലൂടെ ഇതുപോലെ വാൾപേപ്പർ ഒന്ന് ഒട്ടിച്ചു വെച്ചിരുന്നു. ആ വാൾപേപ്പർ റിമൂവ് ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ പഴയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ സെയിം മെത്തേഡിൽ ഇഷ്ടമുള്ള പോലെയൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാലുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ആ ടേബിളിൻ്റെ കാല് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ പെയിൻറ്റ് അടിക്കാൻ എളുപ്പത്തിന് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ബേസ് കോട്ടായിട്ട് ഇതുപോലെ ലൈറ്റ് യെല്ലോ കളർന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഞാൻ ഇതുപോലെ പെൻസിൽ വെച്ച് അതിൻ്റെ ടോപ്പിലൊന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ മടിയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ പേപ്പർ വരച്ച് ഒട്ടിച്ചൊരു മെത്തേഡ് ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വരച്ച പിക്ചറിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് കളർ വെച്ച് ഒരു ഔട്ടർ ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിനെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് എന്തായാലും ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പഴയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് കളറാക്കി എടുക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അടുത്ത ഐറ്റം ഈ ഒരു സ്പൂണാണ്. വളരെ പഴയതാണ്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മുടെ കിച്ചണിലേക്കോ അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ റൂമിലേക്കൊക്കെ ഒരു ഡെക്കറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ആദ്യമേ ഞാനൊരു ബേസ് കോട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ എളുപ്പത്തിന് ഞാനിവിടെ മഷ്റൂം കുറച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ വരച്ചിട്ട് അത് ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിതിൽ വരച്ചു വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ താഴേക്കായിരുന്നു വരയ്ക്കേണ്ടത്. കാരണം നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നമ്മുടെ ആ ഒരു മഷ്റൂം നേരെ തല തിരിഞ്ഞിരിക്കും. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾറെഡി പെയിൻറ്റ് അടിച്ചു പോയല്ലോ.
കഴിഞ്ഞ് ഒരു എസ്തറ്റിക് ലുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രെഡ് വെച്ച് ഇതുപോലൊരു ബോ കൂടി ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടുക്കള ഹാങ് ചെയ്തിടുവോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അവർ ഡെക്കറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നുള്ള ഡെക്കേഴ്സ്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസിനും അതിൻ്റേതായ ഒരു യൂസ് ഉണ്ട്. ഒരു ഇത്തിരി മേക്ക് ഓവർ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കലാവിരുദ്ധം അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കളയാൻ വെച്ച ഐറ്റത്തിന് നമുക്ക് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. ബൈ.